നല്ല ചൂടുള്ള ചോറിലേക്ക് കുറച്ച് മാമ്പഴ പുളിശ്ശേരി ഒഴിച്ച് കുഴച്ചിങ്ങനെ കഴിച്ചാലുണ്ടല്ലോ ഉഫ്, എൻ്റെ മക്കളെ വേറൊരു കറിയുടെ ആവശ്യമില്ല. അപ്പം നമുക്ക് ഈ മാമ്പഴ പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയ ചെറിയ മാങ്ങകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ മാങ്ങയ്ക്ക് പഞ്ചസാര മാങ്ങ എന്ന് പറയാം കേട്ടോ. അപ്പോൾ പുളിശ്ശേരിക്കൊക്കെ ഈ ഒരു മാങ്ങയായിരിക്കും ഏറ്റവും നല്ല ടേസ്റ്റ്. ഇതുണ്ടെങ്കിൽ ഇതുപോലെ എടുക്കാം, അല്ലെങ്കിൽ സാധാരണ മാങ്ങ എടുക്കാം. ഇനി നമുക്ക് ഈ മാങ്ങയുടെ തൊലിക്ക് കളഞ്ഞ് ഒരു മൺചട്ടിയിൽ ഇട്ട് കൊടുക്കാം. എരിവിനാവശ്യമായ പച്ചമുളക് ഇട്ട് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഈ മാങ്ങ വേവാനാവശ്യമായ വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരു കഷ്ണം ശർക്കര കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഈ മാങ്ങയൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങ റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കൊരു അരപ്പ് റെഡിയാക്കാം. 1 കപ്പ് തേങ്ങയിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങ ഇവിടെ കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച അരപ്പ് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ അരപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു തിള വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഒരു 1/2 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ തൈര് ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകും. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് കാച്ചി ഒഴിക്കാം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കടുക്, കറിവേപ്പില, വറ്റൽമുളക്, ചെറിയുള്ളിയൊക്കെ ഇട്ട് ഒന്ന് കാച്ചി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.